ഹായ് ഫ്രണ്ട്സ്, പ്ലാൻ ബോൾ ഡോട്ട് മൈയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ ഞാനൊരു കമന്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ആം, ഇങ്ങനെ നട്ടിട്ട് ഇല മഞ്ഞിച്ചു പോകുന്നു എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇന്നലെ നടുന്ന രീതിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നട്ട് കഴിഞ്ഞിട്ട് ഇല മഞ്ഞിച്ചു പോകുന്നു, കേടായി പോകുന്നു എന്നുള്ളത് ഒരു ഇത് വന്നു. അതിന്റെ ഒന്ന് ആ കമന്റ് ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇടുമ്പോൾ ക്ലാരിറ്റി ആയിട്ട് ഇടുക, എന്നാലും നമുക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് തിങ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം എന്താണ് ചെയ്തത്, എങ്ങനെ നട്ടതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഏകദേശം ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ജനറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ പോട്ടിംഗ് മിക്സും ഇതും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോസ് യൂട്യൂബിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മളിപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക, വേറെ പോയിട്ട് വേറെ കാര്യം നമ്മൾ വേറെ കാര്യം ചെയ്യുക, അങ്ങനല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യം തന്നെയാണ് ഇതാക്കുന്നത്. നിങ്ങൾക്ക് കേടായി പോകുന്നുണ്ട്, നമ്മൾ പറയുന്ന രീതിയിൽ നട്ടിട്ട് നിങ്ങൾക്ക് കേടായി പോകുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോട്ടിംഗ് മിക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ചേക്കുന്ന രീതിയോ വെള്ളം കൊടുക്കുന്ന രീതിയിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഇല മഞ്ഞച്ച് കേടായി പോകുന്നത്. ഈ ഇല മഞ്ഞച്ച് കേടായി പോവുക എന്ന് പറയുന്നതിൽ പല വിധത്തിലുള്ള മഞ്ഞപ്പുകളുണ്ട്. അത് ആദ്യം ഞാൻ പറയാം. ഒന്ന്, നോർമലായിട്ട് ജസ്റ്റ് യെല്ലോയിഷ് ആയിട്ട് പോകുന്നത് മെയിനായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ സോയിലിന്റെ pH ലെവല് വേരിയേഷൻ വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ മഞ്ഞച്ച് പോകുന്നത്. പിന്നെ ഇലയില് നടുക്ക് ഇങ്ങനെ ഹോള് വന്നിട്ട്, ഇലയുടെ നടുക്ക് ഇതാണ് ഇതിപ്പോ ഇങ്ങനെയാണ് മഞ്ഞച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഈ അറ്റം കരിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫംഗസ് വന്നിട്ടൊന്നുമല്ല, ഇത് വെള്ളം പോരാതെ വന്നിട്ടാണ്, വെള്ളം തികയാതെ വന്നിട്ട്. ഇതിപ്പോ ഈ പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെള്ളം പോരാതെ വരുമ്പോഴാണ് ഈ ടിപ്പ് തൊട്ട് ഇതായി പോകുന്നത്, കരിഞ്ഞു പോകും. പിന്നെ വേറെ പ്ലാന്റ് കാണിക്കാനായിട്ട് എന്തെങ്കിലും വലിയ കാര്യമായിട്ട് ഇല്ല ഇവിടെ, ഡെമോ ഇതായിട്ടില്ല. പിന്നെ വേറെ ഒരു മഞ്ഞപ്പ് രീതി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറി ആയിട്ട് ഈ ലീഫില് വെള്ളം വന്ന് നിറഞ്ഞിട്ട്, അത് മഴക്കാലത്തൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. വെള്ളം വന്ന് നിറഞ്ഞതുപോലെ ഇതായിട്ട് ഇങ്ങനെ ലീഫിന്റെ രണ്ട് പാളികൾ പോലെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ തെന്നിപ്പോവും. പിന്നെ ഉള്ളില് വെള്ളമായിട്ട് നിൽക്കും. ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന ഒരു മഞ്ഞപ്പാണ്. ഓക്കെ, പിന്നെ ഫംഗസ് ആണോ എന്ന് എങ്ങനെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഫംഗസ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഇലയുടെ ഒത്ത നടുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ സ്പോട്ടുകളായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ലീഫിന്റെ നടുക്ക്, ഇപ്പൊ ഈ ഒരു ലീഫിലാണ് ഫംഗസ് വന്നതെന്ന് വിചാരിക്കുക, ഇതിന്റെ നടുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വട്ടത്തിലൊരു സംഭവം വന്ന് ആ വട്ടം മാത്രം ഇതായി പോവുക, അതൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഈ ലീഫ് വാട്ടറി ആയി പോവുക എന്ന് പറഞ്ഞിട്ട്, ഈ ലീഫ് വാട്ടറി ആയി പോകുന്നതിന്റെ കാരണം ബാക്ടീരിയയും ആവാം, ഫംഗലും ആവാം. അപ്പൊ അങ്ങനെ ഇത് വരുമ്പോ അത് ഏത് രീതി. പിന്നെ ഇപ്പോ ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ ചൂടുള്ള സമയത്ത് നിങ്ങളിപ്പോ ഒത്തിരി തണലില്ലാത്ത ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഏരിയയിലാണ് വെക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ടണലിന്റെ അകത്ത് ഏകദേശം 80% ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ കട്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടു വെക്കുന്നത്. ഇപ്പൊ സെയിം പോട്ടി മിക്സ് നിങ്ങളെ കാണിച്ച അതേ പോട്ടി മിക്സിനകത്താണ് ഞാനിപ്പോ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്, നഴ്സറി തന്നെയുണ്ട്. അത് നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ വെച്ചു, അത് വേര് വരുന്നതും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഒരു അപ്ഡേറ്റ്, ആ ഒരു കട്ടിങ്സ് വെച്ചതിന്റെ ഇതിന്റെയൊക്കെ അപ്ഡേഷൻ വീഡിയോസ് ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം പിന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പോൾ ഷെയ്ഡ് വെക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി നല്ല തണല് കിട്ടുന്ന സ്ഥലത്ത്, നല്ല തണുപ്പും നല്ല തണലും അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എന്തായാലും ആ കമന്റ് ഇട്ട ആള് ഇന്നും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ചെയ്യാൻ. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഇട്ടോ, ഞാൻ അതിനുള്ള റിപ്ലൈ അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് എപ്പിസോഡ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ഡൗട്ടുമായിട്ട്
നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് വരിക. അതിന്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നത്. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും തരുവാണെങ്കിൽ ആ ഫോട്ടോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.